ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷെഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമായി പെൺകുട്ടികൾ കരുതുന്നത് പാടുകളില്ലാത്ത തിളങ്ങുന്ന മുഖചർമ്മമാണ്. നാട്ടിൽ കാണുന്ന ക്രീമുകളൊക്കെ പരീക്ഷിച്ചു നോക്കിയിട്ടും മുഖത്തെ കുരുക്കളും പാടുകളും കുറയുന്നില്ലല്ലോ എന്ന് ആവലാതിപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന ചില നാടൻ വസ്തുക്കൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായുള്ള പഴങ്ങളുടെ രാജാവായ മാമ്പഴം കൊണ്ടുള്ള ചില ഫേസ് പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സെലക്റ്റഡ് കമൻറ്റ്സ് കൂടി ഒന്ന് കാണാം. ഓക്കെ, അന്നേരം നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നന്നായിട്ട് മൂത്ത മാങ്ങ ഒരെണ്ണം, പിന്നെ ഒരു 7-8 ബദാം, 3 ടേബിൾ സ്പൂൺ ഓട്സ്, 2 ടീസ്പൂൺ പാകം ചെയ്യാത്ത പാല്. ഇനി നമുക്ക് മാങ്ങ നന്നായിട്ട് ഉടച്ചതിന് ശേഷം പാലുമായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പിന്നെ നമുക്ക് ഓട്സും അതുപോലെ ബദാമിൻ്റെ പൗഡറും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് ഈ ഓട്സും മാങ്ങയും കൂടി മിക്സ് ചെയ്തുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തിന് മൃദുത്വം നൽകുന്നതോടൊപ്പം മൃതകോശങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. മാങ്ങ ചർമ്മത്തിന് പോഷകം നൽകുന്നതോടൊപ്പം തന്നെ ഓട്സും ബദാമും പ്രകൃതിദത്തമായ സ്ക്രബ്ബറായും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് ഇത് വളരെ നല്ലൊരു മാറ്റം തന്നെ വരുത്തും. ഇനി നമുക്ക് രണ്ടാമത്തെ പാക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് മാങ്ങയും തേനുമാണ് വേണ്ടത്. മാങ്ങയും തേനും ചേർന്നുള്ള പാക്ക് നിങ്ങളുടെ മുഖത്തെ മൃദുവാക്കുന്നതോടൊപ്പം മുഖക്കുരുവിൻ്റെ പാടുകൾ ഇല്ലാതാക്കാനും സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധമായ ഈ ഫേസ് പാക്ക് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് മാങ്ങ 1/2 കപ്പ്, 1 ടേബിൾ സ്പൂൺ തേന്, 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ഇനി ഇത് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ ഉടച്ച് അതിന് ശേഷം ഇതിലേക്ക് തേനും നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം. മുഖം വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണം ഈ ഒരു പാക്ക് ഇടാൻ. ഈ പാക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റിനകം ഉണങ്ങി തുടങ്ങിയതിന് ശേഷമാണ് ഇത് നമ്മൾ കഴുകേണ്ടത്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം നന്നായിട്ട് ഉണങ്ങി തുടങ്ങും. അതിനുശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം വരുത്തുന്ന ഫേസ് പാക്കാണ്. ഇത് രണ്ടും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുള്ളവരും ജസ്റ്റ് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അതൊന്ന് ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.